എവിടുന്നാണ്? mt/2 എന്നുള്ളത് കിട്ടുന്നത് എവിടുന്നാണ്? ബിക്കോസ് നമുക്കറിയാം ദ വാല്യൂ ഓഫ് മൊഡ്യൂൾ ഈസ് നത്തിങ് ബട്ട് d/t അല്ലേ? സോ d ഈസ് ഈക്വൽ ടു r/2 ആണ്. ഹെൻസ് ഫോർ r വി ഒബ്റ്റെയിൻ mt/2. പിന്നെ വാട്ട് ഈസ് AP അല്ലെങ്കിൽ AW ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ അഡെൻഡം? ഹൗ വിൽ യു ഇൻക്ലൂഡ് ദ വാല്യൂ ഓഫ് അഡെൻഡം വിത്തിൻ ദ ന്യൂമറിക്കൽ? ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ വെലോസിറ്റി ഓഫ് സ്ലൈഡിങ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അത് ഓർത്ത് വെക്കുക. പിന്നെ ഇക്വേഷൻസ് ഫോർ path of contact, arc of contact and contact ratio you have to keep in mind, as well as the final equation for what minimum number of teeth on pinion as well as on gear to avoid interference. ആ equations എല്ലാം ഓർത്ത് വെക്കുക. മനസ്സിലാവുന്നില്ല പറയുന്നത്? Yes sir. Okay, fine. So we'll jump into the fifth module today. Fifth module involves two separate sections. First section എന്ന് പറഞ്ഞാൽ it covers the topics of gear trains, initial section, and the last half or the secondary section of the fifth module covers synthesis. രണ്ടും entirely different ആയിട്ടുള്ള topics ആണ്. Gear trains എന്ന് പറഞ്ഞാൽ you can simply consider it as an extension or continuation from the fourth module. Fourth module നമ്മൾ toothed gearings അല്ലെങ്കിൽ ഗിയേഴ്സിനെ പറ്റിയാണ് പഠിച്ചത്. As an extension നമ്മൾ ഗിയർ ട്രെയിൻസിലേക്ക് എത്തുന്നു. Now, gear trains is also another topic from which all the university question papers, previous question papers എല്ലാം they have a 10 marks question. ഒരു ന്യൂമറിക്കൽ ഉണ്ട്. ഓക്കെ, ഒരു പർട്ടിക്കുലർ ടോപ്പിക് ഫ്രം ദ ഫിഫ്ത്ത് മൊഡ്യൂൾ റിലേറ്റ് ചെയ്തിട്ടാണ് ആ 10 മാർക്ക് ന്യൂമറിക്കൽ വരാറ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ന്യൂമറിക്കൽ നമ്മൾ ആദ്യം ഇനീഷ്യലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ദ ബേസിക് തിയറീസ്. ഓക്കെ, വാട്ട് ആർ ഗിയർ ട്രെയിൻസ്, ഗിയർ ട്രെയിൻസിന്റെ ക്ലാസിഫിക്കേഷൻസ് ആൻഡ് ഈച്ച് ഗിയർ ട്രെയിൻ എന്താണ് എന്നുള്ളത് ഫിഗർ അടക്കം കുറച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം യു കനോട്ട് പ്രെഡിക്റ്റ് ഓർ വി ഹാവ് ടു എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഓഫ് തിയറി ഓൾസോ, ഫ്രം ദ തിയറി പാർട്ട് ഓൾസോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ബേസിക്കലി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. സാർ എപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ ന്യൂമറിക്കലിനെ പറ്റിയും പറയും, തിയറിനെ പറ്റിയും പറയും, ഒന്നും ഒരു ഉറപ്പായിട്ട് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഇൻ ദ കേസ് ഓഫ് മെക്കാനിക്സ് ഓഫ് മെഷീനറി, എവറി പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വിച്ച് ഐ ഹാവ് ഷെയർഡ്, ഞാൻ നിങ്ങൾക്ക് നോട്ട്സിൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് നിങ്ങൾക്ക് ഇഫ് യു ഗോ ടു ഗൂഗിൾ ആൻഡ് സെർച്ച് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ഓൾ ദ പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അൺപ്രഡിക്റ്റബിൾ ആണ്. ഒരു റെഗുലർ പാറ്റേണിനെ ബേസ് ചെയ്തിട്ടല്ല വന്നത്. ബട്ട് ഈ അൺപ്രഡിക്റ്റബിലിറ്റിയിലുള്ളിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ഉണ്ട്. ആ പോർഷൻസിൽ കൂടുതലൊന്നും ചോദിച്ചില്ല. ഫോർ എക്സാമ്പിൾ, പക്ഷെങ്കിൽ ഇഫ് യു കമ്പയർ ദിസ് KTU ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടു ദ ഓൾഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ദേ വെർ ടു മച്ച് പ്രഡിക്റ്റബിൾ. കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും, ഇപ്പൊ ഇന്നതിൽ ഈ ന്യൂമറിക്കൽ മാത്രമേ വരൂ, കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ന്യൂമറിക്കലേ വരാറുള്ളൂ. ഈ ഒരു ഡെറിവേഷൻ മസ്റ്റ് ആയിട്ടും വരും. കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് ഈ ഡെറിവേഷൻ തന്നെ വരുന്നുണ്ട്. അത്രയും പ്രഡിക്റ്റബിൾ ആയിരുന്നു. ബട്ട് KTUവിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രഡിക്റ്റബിൾ അല്ല. ബട്ട് ഞാൻ പറഞ്ഞ പ്രഡിക്റ്റബിൾ അല്ലാത്ത കേസിലും സ്റ്റിൽ യു ക്യാൻ സെലക്ട് എ ഫ്യൂ ഏരിയാസ് വിച്ച് യു ഹാവ് ടു ഓൾവേസ് എംഫസൈസ് ഓൺ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി എക്സാമിനേഷൻ. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം പ്രീവിയസ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂളിൽ ലോ ഓഫ് ഗിയറിംഗ്, ഇറ്റ്സ് എ സ്പെസിഫിക് ടോപ്പിക് വിച്ച് യു ഹാവ് ടു ഓൾവേസ് study and keep in your mind. കാരണം ചോദിക്കാം, it may come for a 5 mark or a 4 mark question. Derivations for length of path of contact, arc of contact, contact ratio, then minimum number of teeth to avoid interference. All these derivations, there are chances they might ask, and that too for a 6 mark or a 5 marks question. So these two specific topics we have to emphasize and study well from the point of view of examination. And then the numerical type of which we have discussed in the last class, adum we have to definitely expect. കാരണം എന്താ, more number of times വന്ന ഏരിയ ഈ ന്യൂമറിക്കൽ ആണ്. ഓക്കെ, ബട്ട് ഉറപ്പായിട്ട് ന്യൂമറിക്കലേ വരും എന്ന് പറയാൻ കഴിയാത്തത് ദ തിയറി പാർട്ട് ഓൾസോ ഹാവ് കം എ ഫ്യൂ ടൈംസ്. 1-2 പ്രാവശ്യം തിയറി പാർട്ടും വന്നിട്ടുണ്ട്. സോ ഈ അൺപ്രഡിക്റ്റബിലിറ്റിയിലും വി ക്യാൻ സെലക്ട് എ ഫ്യൂ ഏരിയാസ് which we have to emphasize based on or keeping in mind the university question paper pattern. Now let us get into the fifth module. I'll introduce
the topic of gear trains today. Okay, ഞാനൊരു സ്ക്രീൻ ഒന്ന് പ്രസന്റ് ചെയ്യാം. Are you able to see the screen? കാണുന്നുണ്ടോ? Yes, sir. Yes, sir. What are gear trains? അതിന്റെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് ഫസ്റ്റ് സ്ലൈഡിലുള്ളത്. എന്താണ് പറയുന്നത്? Sometimes 2 or more gears are made to mesh with each other in order to transmit power from one shaft to the other. Such a combination is called gear train or train of toothed wheels. Now, imagine the scenario of a flour mill. നിങ്ങൾ അരി പൊടിപ്പിക്കുന്ന മില്ലൊന്ന് മനസ്സിലാലോചിക്കുക. അതിൽ ഇൻ പ്ലേസ് ഓഫ് യൂസേജ് ഓഫ് ഗിയേഴ്സ് നമ്മൾ കാണുന്നുണ്ട് ബെൽറ്റ് ഡ്രൈവ്സ് ആണ് കാണുന്നത്, അല്ലെ? നിങ്ങൾക്ക് മനസ്സിൽ ഓർക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഈ ബെൽറ്റ് ഡ്രൈവ്സിൽ ബെൽറ്റിന് നല്ല നീളം ഉണ്ടാവാറുണ്ട്, അല്ലെ? അതായത് ബെൽറ്റ് will be wound over 2 rotating discs അല്ലെങ്കിൽ വീലാണ്. അതിൽ if you give a power input to one of the wheels, the wheel starts rotating, in turn dragging the belt along with its rotation. Now the motion of the belt will get transferred to the second wheel over which the belt is wound, and the second wheel also starts rotating. ഇതാണല്ലോ അവിടെ സംഭവിക്കുന്നത്, അല്ലേ? Okay, but one peculiarity in this arrangement, which if you observe carefully that you will understand, is that the distance between the 2 rotating wheels അത് കുറച്ച് കൂടുതലാണ്, അല്ലേ? വളരെ അടുത്തടുത്തല്ലല്ലോ 2 വീലുള്ളത്, ആണോ? അല്ല, കുറച്ച് ദൂരെയല്ലേ? ഇനി ഇപ്പൊ ഫ്ലോർ മില്ല് ആലോചിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സൈക്കിളിന്റെ ചെയിനുള്ള ആ ഭാഗം ഒന്ന് ആലോചിക്കും. സൈക്കിളിന്റെ ചെയിൻ വൂണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെ? നിങ്ങൾ പെഡൽ ചവിട്ടുന്ന സ്ഥലത്ത് ഒരു റൊട്ടേറ്റിംഗ് ഗിയർ പോലത്തെ ഉണ്ടാവും. അതിന്റെ മേലെ കൂടെ വൂണ്ട് ചെയ്തിട്ട് ബാക്കിലത്തെ വീലിലേക്ക് പോകുന്ന ആ വീലിന്റെ ഡിസ്കിലേക്കാണ് ചെയിൻ കണക്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? Now there is a considerable distance between the area where you pedal and the transmission area to the back wheel. ആ പെഡൽ ചവിട്ടുന്ന പോയിന്റും ബാക്ക് വീലിലേക്കുള്ള ഡിസ്കും തമ്മിലൊരു സർട്ടൻ ഡിസ്റ്റൻസ് ഇല്ലേ? അടുത്തടുത്തല്ലല്ലോ, അല്ല. സോ ഇവിടെയൊക്കെയാണ് ചെയിൻ ഡ്രൈവ്സും ബെൽറ്റ് ഡ്രൈവ്സും യൂസ് ചെയ്തിട്ടുള്ളത്. നൗ സപ്പോസ് ഇഫ് യു ആർ റിക്വയർഡ് ടു റിമൂവ് ദിസ് ബെൽറ്റ് ഡ്രൈവ് ഓർ എ ചെയിൻ ഡ്രൈവ് ആൻഡ് ഇൻസ്റ്റാൾ ഗിയേഴ്സ് ദർ, അവിടെ ഫുള്ള് ഗിയേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യാന്ന് വിചാരിക്കാം. ഒരു ഓപ്ഷൻ എന്താ? നമ്മൾ ഇതുവരെ പഠിച്ച ഗിയേഴ്സിൽ ഫ്രം in the previous topic, when we emphasized about topics regarding combination of gears or meshing of gears, always നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? 2 റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഉണ്ട് ആൻഡ് ദ മോഷൻ ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ ദം ആർ യൂസിങ് ഗിയേഴ്സ് എന്നുള്ളത്. 2 ഷാഫ്റ്റുകൾ തമ്മിൽ ഗിയേഴ്സ് യൂസ് ചെയ്ത് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഈ 2 ഷാഫ്റ്റിന്റെ ഗിയർ സെന്റേഴ്സും തമ്മിൽ there hadn't been much distance between them, correct? അല്ലെ? വലിയ ഡിസ്റ്റൻസ് ഇല്ലല്ലോ, ബിക്കോസ് ദ കോൺടാക്ട് ഓർ ദ മോഷൻ ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ് ബൈ ദ കോൺടാക്ട് ഓഫ് ടീത്ത്സ് ഓൺ ദ ഗിയേഴ്സ്. സോ ഗിയറിന്റെ സൈസും ഒരുപാട് വലുതല്ല. കാരണം എന്തുകൊണ്ടാണ്? ഒരു ഷാഫ്റ്റിന്റെ മേലെ ഒരു ഗിയർ മൗണ്ട് ചെയ്ത് കറസ്പോണ്ടിങ് ഷാഫ്റ്റിന് മേലെ മറ്റൊരു ഗിയർ മൗണ്ട് ചെയ്താൽ ഈ 2 ഗിയേഴ്സും തമ്മിൽ അല്ലെങ്കിൽ ടീത്ത് തമ്മിൽ, ഗിയറിന്റെ ടീത്ത് തമ്മിൽ കോൺടാക്ട് ചെയ്താൽ മോഷൻ ഗെറ്റ്സ് ട്രാൻസ്മിറ്റഡ്. ദാറ്റ് മീൻസ് ദർ ഈസ് നോട്ട് മച്ച് ഓഫ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ആക്സിസ്, അല്ലെ? 2 ഗിയർ ആക്സ് അല്ലെ ഷാഫ്റ്റ് ആക്സ് തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ ഈ ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അവിടെ, ആൻഡ് ഇഫ് യു ആർ ആസ്ക്ഡ് ടു ട്രാൻസ്മിറ്റ് ദ മോഷൻ ഓർ പവർ ഓൺലി യൂസിങ് ഗിയേഴ്സ്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ഗിയർ ട്രെയിൻസ്. സോ അതിൽ സംഭവിക്കുന്നത്, ഇമാജിൻ എ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ്, ഓവർ ദ ഷാഫ്റ്റ് എ ഗിയർ ഈസ് മൗണ്ടഡ് ആൻഡ് യു ആർ റിക്വയർഡ് ടു ട്രാൻസ്മിറ്റ് ദിസ് പർട്ടിക്കുലർ റൊട്ടേറ്ററി മോഷൻ ഓൺ ടു അനദർ ഷാഫ്റ്റ് വിച്ച് ഈസ് ഫാർ അപ്പാർട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങ് ദൂരെയുള്ള ഷാഫ്റ്റിന്റെ മേലെ ഒരു ഗിയർ മൗണ്ട് ചെയ്യും. ബട്ട് 2 മൗണ്ട് ചെയ്ത ഗിയേഴ്സ് തമ്മിൽ കോണ്ടാക്ട് ഒന്നുമില്ല. ഇവർ തമ്മിൽ കോണ്ടാക്ട് കിട്ടി മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ഇന്റർമീഡിയറ്ററി ആയിട്ട് കുറെ ഗിയേഴ്സ് അതിന്റെ ഇടയിൽ ആഡ് ചെയ്യും, വൺ ആഫ്റ്റർ ദി അതർ, ആൻഡ് ഈച്ച് ഗിയർ വിൽ ഹാവ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും?
Initially, when a motion is transmitted onto the first shaft or first gear, അത് രണ്ടാമത്തെ ഗിയറിലേക്ക് ട്രാൻസ്മിറ്റ് ആവും, മൂന്നാമത്തേലേക്കോ നാലാമത്തേലേക്കോ ഇങ്ങനെ പോയി എന്ത് ചെയ്യും, അവസാനം ഫൈനൽ ഗിയറിലേക്ക് എത്തും. ആ ഫൈനൽ ഗിയറിന് ആ മോഷൻ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് അത് മൗണ്ട് ചെയ്ത ഷാഫ്റ്റിന്റെ മേലേക്ക് ട്രാൻസ്മിറ്റ് ആവും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ. സോ അതിനാണ് പറഞ്ഞത് 2 or more gears are made to mesh with each other to transmit power. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരുപാട് ടൈപ്പ് ഓഫ് ഗിയർ ട്രെയിൻ ഉണ്ട്. പക്ഷെങ്കിൽ ഈ ഗിയർ ട്രെയിനിന്റെ സെലക്ഷൻ ബേസിക്കലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വെലോസിറ്റി റേഷ്യോ റിക്വയർഡ് ആൻഡ് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ആക്സസ് ഓഫ് ഷാഫ്റ്റ്സ്. രണ്ട് ഷാഫ്റ്റിന്റെ ആക്സിസ് തമ്മിൽ ഒരുപാട് ദൂരം കൂടുതലാണ്, അല്ലെങ്കിൽ രണ്ട് പാരലൽ ആക്സിസ് ആവാം, നോൺ പാരലൽ ആക്സിസ് ആവാം. They might mean two different planes and they might not even be parallel. So several sets of variable conditions can appear in the case of axis of shafts. So accordingly, you have to select the corresponding gear train. And now, apart from the location or position of axis of shafts, another factor that depends, or the selection of gear train is dependent upon, is the velocity ratio. That means to how much extent you have to reduce a speed, or to how much extent you have to increase the speed. So the variation, that particular velocity ratio is also a major factor looking on to what you have to select the gear train. മനസ്സിലാവുന്നുണ്ടോ? Clear? Yes, sir. Yes, sir. Okay. And the component of gear train, I mean the type of gears used might be spur gears, bevel gears, or spiral gears. See, now I hope you can see the second slide. Second slide പറയുന്ന types of gear trains ആണ്. Types of gear trains ഉണ്ട്. Look at the figures below. ആ താഴെ കൊടുത്തുള്ള ഫിഗർ നോക്കിയാട്ടെ. കാണുന്നുണ്ടോ? 3 ഫിഗേഴ്സ് കാണുന്നുണ്ടോ? Yes, sir. Okay. These are the 3 major classification of gear. See, in general, if you refer any textbook, നമുക്ക് 4 classification of wheel കാണാം. അതിൽ എഴുതിയ പോലെ simple gear train, compound gear train, reverted gear train, epicyclic gear train. But 3 distinct classifications are simple, compound, and epicyclic. Reverted എന്ന് പറഞ്ഞാൽ it is a slight different genre which comes within the compound gear train. അങ്ങനെ നമുക്ക് പറയാം. അതുകൊണ്ടാണ് 3 ഫിഗർ മാത്രം കാണിച്ചിട്ടുള്ളത്. റിവേർട്ടിന്റെ സെപ്പറേറ്റ് ഫിഗർ വേറെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. See, the first a blue figure, that is simple gear train. Simple gear train എന്താ ഉള്ളത്? 3 ഗിയർ ആണ് ഫിഗറിൽ കാണിച്ചിട്ടില്ല. 3 ഗിയർ എന്ന് പറഞ്ഞാൽ, ഗിയർ വെക്കണമെങ്കിൽ അവിടെ ഒരു ഷാഫ്റ്റ് ഉണ്ടാവണല്ലോ. ഷാഫ്റ്റിന്റെ മേലല്ലേ ഗിയർ വെക്കും, അല്ലേ? So if there is only a single gear mounted on a shaft and a combination of gear train is obtained, such a gear train is known as what? Single gear. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. പറഞ്ഞാൽ മനസ്സിലായിനോ? If there is only a single gear on a shaft, such gear trains are known as what? Simple gear trains. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. See, simple gear train. When there is only one gear on each shaft as shown in the figure, it is known as a simple gear train. അവിടെ ഗിയർ എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് സർക്കിൾ മാത്രമാണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ പിറ്റ് സർക്കിൾ. 2 ഗിയറിനെയും പിറ്റ് സർക്കിൾ ആണ് കാണിച്ചത്, അല്ലെ? പിറ്റ് സർക്കിൾ ആണ് ഒരു ഐഡന്റിഫൈയിങ് സർക്കിൾ ഫോർ എ ഗിയർ. See, the gears are represented by their pitch circles. When the distance between 2 shafts is small, the 2 gears 1 and 2 are made to mesh with each other to transmit motion from one shaft to the other. അത് ഫിഗർ എ ആണ്. ഫിഗർ എ ഒരു ഗിയർ ട്രെയിൻ അല്ല. ദാറ്റ് ഈസ് സിംപ്ലി കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ്. 1 ഉം 2. 1 is the gear, 2 is the pinion. Gear is the driver and the follower is the pinion.
ആ ഫിഗർ മനസ്സിലാവുന്നില്ലേ? ഫസ്റ്റ് ഫിഗറിലെ ആദ്യത്തെ പിക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രണ്ട് വ്യൂ ആണ്. ആൻഡ് ദ പിക്ചർ ബിലോ ദാറ്റ് വൺ ഷോസ് ദ ടോപ്പ് വ്യൂ. മുകളിൽ നിന്ന് ആ കോമ്പിനേഷൻ നോക്കി എങ്ങനെയുണ്ടോ അതാണ് താഴെ കാണിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഫിഗേഴ്സ്? ഫസ്റ്റ് ഫിഗർ എ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. നൗ ലുക്ക് അറ്റ് ദ ഫിഗർ ബി. അവിടെ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഷാഫ്റ്റ്സ് ആർ എ ബിറ്റ് ലെങ്തിയർ. സോ എന്ത് ചെയ്യും? നമ്മൾ ഇന്റർമീഡിയറി ആയിട്ട് ഒരു ഗിയർ നമ്പർ 2 കൊടുത്തു ഓൺ എ ഷാഫ്റ്റ് നമ്പർ 2. രണ്ടാമത്തെ ഒരു ഷാഫ്റ്റ് അവിടെ വെച്ചു അതിന്റെ ഇടയിൽ, അതിന്റെ മേലെ ഒരു ഗിയർ മൗണ്ട് ചെയ്തു. സോ സിൻസ് ദ ഗിയർ 1 ഡ്രൈവ്സ് ഗിയർ 2, therefore gear 1 is called the driver and gear, okay, that is about the first figure. ഫസ്റ്റ് ഫിഗർ ആണ്. അപ്പൊ ഈ സെക്കൻഡ് ഫിഗർ നോക്ക്. സെക്കൻഡ് ഫിഗറിൽ എന്താ കാണിച്ചിട്ടുള്ളത്? ഇന്റർമീഡിയറി ആയിട്ടൊരു ഗിയർ കൊടുത്തിട്ടുണ്ട് അല്ലെ? സോ ഡ്രൈവർ ഗിയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റ് വൺ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യും. അതിനോട് കോമ്പിനേഷൻ ഉള്ള സെക്കൻഡ് വൺ ഇറ്റ് വിൽ ഹാവ് എൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻഡ് ഇൻ ടേൺ വിച്ച് ഇസ് the second one is in contact with the third one, which will have a clockwise rotation. So finally the driver gear is driving the third gear. Look at the third figure. C നോക്കിയാ. B figure intermediate single gear ആണ് വന്നെങ്കിൽ in the figure C there are 2 additional gears given in between gear 1 and 4. So now what happens? The distance between, why is such a combination necessary here? Because the distance between first shaft and the last shaft is much more greater. Hence, the first driver gear, which is rotating in the clockwise direction, drives the second gear or the second shaft, in turn in the anti-clockwise direction, which leads to the rotation of the third one, which rotates in the clockwise direction, and finally, it is transmitted to the fourth gear, which in turn rotates in the anti-clockwise direction. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Okay. So now figure number C യിൽ നോക്ക്. The driver gear, which is the first one, is rotating in the clockwise direction. ഇനി fourth one എന്താണ്? അത് ഡ്രിവൺ ഗിയർ ആണ് അല്ലെ? ഫൈനലി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടേണ്ട ഷാഫ്റ്റ് ആണ് ഫോർത്ത്, അല്ലെങ്കിൽ ഗിയർ ആണ് ഫോർത്ത്. അത് ആന്റി ക്ലോക്ക് വൈസിലാണ്. ദാറ്റ് മീൻസ് ഈ കേസിൽ ഈവൺ നമ്പർ ഓഫ് ഗിയർ ആണ്. മൊത്തത്തിൽ 4 ഗിയേഴ്സ് ഉള്ളത്. സോ ഈവൺ നമ്പർ ഓഫ് ഗിയേഴ്സ് അല്ലെങ്കിൽ ഈവൺ നമ്പർ ഓഫ് ഇന്റർമീഡിയറി ഗിയേഴ്സ്, 2 ഇന്റർമീഡിയറി ഗിയർ വെക്കുമ്പോൾ എനിക്ക് ഡ്രിവൺ ഷാഫ്റ്റിലേക്ക് ഓപ്പോസിറ്റ് റൊട്ടേഷൻ ആണ് കിട്ടുന്നത്. ക്ലോക്ക് വൈസ് ആണ് റൊട്ടേഷൻ. എനിക്ക് ഫൈനലി ഇഫ് യു വാണ്ട് ടു റിസീവ് ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഇൻ ദ ഫൈനൽ ഷാഫ്റ്റ്, ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ കീപ് an even number of intermediary gears. 2 and 3 ആണ് ഇവിടുത്തെ ഇന്റർമീഡിയറി ഗിയേഴ്സ്. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗർ നമ്പർ ബി, സെക്കൻഡ് ഫിഗർ നോക്കി എന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഗിയറിനും തേർഡ് ഗിയറിനും സെയിം റൊട്ടേഷൻ സ്റ്റൈലാണ്, ഡയറക്ഷൻ ആണ്. സോ അങ്ങനെയാണ് എനിക്ക് ട്രാൻസ്മിഷൻ കിട്ടേണ്ടതെങ്കിൽ ഞാൻ എപ്പോഴും എന്ത് ചെയ്യുക? ഓഡ് നമ്പർ ഓഫ് ഇന്റർമീഡിയറി ഗിയേഴ്സ് ആണ് വെക്കുക. ഞാൻ ഒറ്റൊരു ഗിയർ, രണ്ടാമത്തെ ഗിയർ ഒറ്റൊന്നേ വെച്ചിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി സി എന്ന് പറഞ്ഞ ഫിഗർ നിങ്ങളൊരു അടുത്തൊരു ഫിഗറിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഞാൻ 1, 2, 3 ആണ് അവിടെ ഇന്റർമീഡിയറ്റ് ഗിയർ അല്ലെ? ഞാൻ ഒരു ഗിയറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക? വീണ്ടും ഓഡ് നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് ഗിയേഴ്സ് ആവും. അപ്പൊ എനിക്ക് എന്ത് സംഭവിക്കും? ഇഫ് ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വാസ് ഫോർ ദ ഫസ്റ്റ് ഗിയർ, ഫൈനലി ദ ലാസ്റ്റ് ഗിയർ വിൽ ഓൾസോ ഹാവ് ദ സെയിം ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ. ക്ലോക്ക് വൈസ് തന്നെ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇത് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് കോമ്പിനേഷൻ മാത്രമാണ്. ഇത് ഡ്രൈവർ ഫോളോവർ, ഡ്രൈവർ ഫോളോവർ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, നോക്ക്. 2 ടേം നമുക്ക് പഠിക്കാനുണ്ട്. സ്പീഡ് റേഷ്യോ, ട്രെയിൻ വാല്യൂ. എന്താണ്? Since the speed ratio or velocity ratio of gear train is the ratio of speed of driver to speed of driven. Speed of driver to speed of driven. ആ ഫസ്റ്റ് ഫിഗർ ആലോചിച്ച് നോക്ക്. ഇതിലെ ഫിഗർ നമ്പർ 1 ആലോചിച്ച് നോക്ക്. സ്പീഡ് ഓഫ് ഡ്രൈവർ ഏതാ? 1 ആണ്. ഡ്രിവൺ ഏതാ? 2 ആണ്. ഫസ്റ്റ് ഫിഗർ. സോ n1/n2 സ്പീഡാണ് പറയുന്നത്. ആംഗുലർ വെലോസിറ്റി ആയിരുന്നെങ്കിൽ ω1/ω2 എന്ന് പറഞ്ഞത്. 2 രീതിയിൽ എഴുതാം. n1/n2 എന്നുള്ള റേഷ്യോ ആണ് എന്ത്? സ്പീഡ് റേഷ്യോ കിട്ടും. ഇറ്റ് ഈസ് സെയിം ആസ് വാട്ട്? ഇൻവേഴ്സ് ഓഫ് ദ റേഷ്യോ ഓഫ് ദർ നമ്പർ ഓഫ് ടീത്ത്.
N1 by N2 ഈക്വൽ ടു T2 by T1 എന്ന് പറയും. ഇത് വളരെ വളരെ സിഗ്നിഫിക്കന്റ് ആണ് ഈ കണ്ടീഷൻ. സ്പീഡ് റേഷ്യോ അല്ലെങ്കിൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? N1 by N2 or ω1 by ω2 ആണ്. വാട്ട് ഈസ് 1 and 2? അതിനാണ് എപ്പോഴും ആ റേഷ്യോനെ വേർഡ്സിലും കൂടി മനസ്സിലാക്കുക. സ്പീഡ് ഓഫ് ദ ഡ്രൈവർ ടു സ്പീഡ് ഓഫ് ദ ഡ്രിവൺ. That is equal to what? Inverse of the ratio of their number of teeth. അതായത് T2 by T1. T2 എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടീത്ത് ഓൺ ഡ്രിവൺ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഡ്രൈവർ. മനസ്സിലാവുന്നുണ്ടോ? ഈ റേഷ്യോ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ പഠിക്കാൻ പോകുന്ന ന്യൂമറിക്കലില് സിംപ്ലി ഈ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് കുറേ വാല്യൂസ് കണ്ടുപിടിക്കേണ്ടത്. അതായത് വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു ദ ഇൻവേഴ്സ് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ടീത്ത്. ഇനി ഈ വെലോസിറ്റി റേഷ്യോന്റെ റെസിപ്രോക്കൽ എടുത്താൽ വി ഒബ്റ്റെയിൻ ദ ട്രെയിൻ വാല്യൂ. N1 by N2 വെലോസിറ്റി റേഷ്യോ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് റേഷ്യോ ആയിരുന്നെങ്കിൽ N2 by N1 becomes the train value. See, if the distance between two gears are large, നമുക്കുള്ള രണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്ന്, by providing large sized gear we can transmit the motion, or by providing one or more intermediate gears. അതാണ് നേരത്തെ കണ്ടത്. ഇനി അതിലെ ആ സെന്റൻസ് നോക്ക്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് വെൻ ദ നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് ഗിയേഴ്സ് ആർ ഓഡ്, the motion of both gears, that means driver and driven, are like. അതാണ് ഞാൻ പറഞ്ഞത്. See, ഓഡ് നമ്പർ ആണ്. ഫിഗർ നമ്പർ 2 നോക്ക്. ഓഡ് നമ്പർ ഓഫ് ഗിയേഴ്സ് ആണ് നടുക്ക് കൊടുക്കുന്നതെങ്കിൽ ലൈക്ക് മോഷൻ ആയിരിക്കും ഡ്രൈവർ ആൻഡ് ഡ്രിവൺ ഉണ്ടാവും, അതായത് ഒരേ ഡയറക്ഷൻ. ബട്ട് ഈവൻ നമ്പർ ഓഫ് ഗിയേഴ്സ്, ഇഫ് യു ആർ പ്രൊവൈഡിങ് ഈവൻ നമ്പർ ഓഫ് ഗിയേഴ്സ് ആസ് ദ ഇന്റർമീഡിയറി ഗിയേഴ്സ്, യു വിൽ ഗെറ്റ് അൺലൈക്ക് മോഷൻസ്. അല്ലെ? ഡ്രൈവറിന് ഒരു ഡയറക്ഷൻ ഓഫ് മോഷനും ഡ്രിവണിന് മറ്റൊരു ഡയറക്ഷൻ ഓഫ് മോഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? ഓപ്പോസിറ്റ് ടൈപ്പ് ഓഫ് മോഷൻ കിട്ടുക. ക്ലിയർ ആണോ പറയുന്നത്? ഇനി ഈ ഇതിലെ ഫിഗർ നോക്ക്. ഒരു സിംഗിൾ ഇന്റർമീഡിയറി ഗിയർ ആണ് തന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലെറ്റ് N1 സ്പീഡ് ഓഫ് ഡ്രൈവർ ഫസ്റ്റ് ഗിയർ RPM, N2 സ്പീഡ് ഓഫ് ഇന്റർമീഡിയറ്റ് ഗിയർ ഇൻ RPM, N3 സ്പീഡ് ഓഫ് ഡ്രിവൺ ഇൻ RPM. T1, T2, T3 എന്താ? കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ടീത്ത് ആണ്. അപ്പൊ നമുക്ക് സ്പീഡ് റേഷ്യോനെ എങ്ങനെ എഴുതാം? സ്പീഡ് റേഷ്യോ ക്യാൻ ബി റിട്ടൺ ബൈ സ്പ്ലിറ്റിംഗ് അപ്പ് ദ കോമ്പിനേഷൻ ഓഫ് ഗിയേഴ്സ്. 1 ഈസ് ഇൻ കോമ്പിനേഷൻ വിത്ത് 2, 2 ഈസ് ഇൻ കോമ്പിനേഷൻ വിത്ത് 3. അല്ലെ? അങ്ങനെ രണ്ട് രീതിയിൽ കോമ്പിനേഷൻ എഴുതുന്നു. സോ ബിറ്റ്വീൻ 1 and 2 ഐ ക്യാൻ റൈറ്റ് ദ സ്പീഡ് റേഷ്യോ ആസ് N1 by N2, which is equal to what? T2 by T1. Inverse ratio of the number of teeth. Equation number 1. മനസ്സിലാവുന്നില്ല equation number 1? Yes, sir. Okay. Now if you look at the second combination, 2 and 3 in the combination എടുത്ത് നോക്കിയാൽ എനിക്ക് സ്പീഡ് റേഷ്യോ എങ്ങനെ എഴുതാം? N2 by N3, which is equal to T3 by T2. അല്ലേ? Equation number 2. Yes, sir. ഇനി ഈ ടോട്ടൽ ഗിയർ ട്രെയിനിന്റെ, ഇഫ് യു വാണ്ട് ടു ഒബ്റ്റെയിൻ ദ സ്പീഡ് റേഷ്യോ, ടോട്ടൽ ഗിയർ ട്രെയിനിന്റെ സ്പീഡ് റേഷ്യോ ഒബ്റ്റെയിൻ ചെയ്യേണ്ടി എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ബോത്ത്. രണ്ട് റേഷ്യോയും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് മൾട്ടിപ്ലൈ ദ ടേംസ് ഓഫ് ഇക്വേഷൻ 1 and 2. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? 1 by 1 by N2 into N2 by N3 is equal to what? Right hand side, T2 by T1 multiplied by T3 by T2. എന്താണ് the total speed ratio of the gear train എന്ന് പറഞ്ഞാൽ എന്താ? ഗിയർ ട്രെയിൻ അൾട്ടിമേറ്റ്ലി അതിലെ മെയിൻ കോമ്പണൻസ് എന്താണ്? ഡ്രൈവർ ഗിയർ ആൻഡ് ഡ്രിവൺ ഗിയർ ആണ്. അല്ലെ? സോ ഫൈനൽ വെലോസിറ്റി റേഷ്യോ എന്താന്ന് ചോദിച്ചാൽ, ഇഫ് 1 is the driver gear and 3 is the driven gear, N1 by N3 കിട്ടണ്ടേ? ഈ ഇക്വേഷൻ N1 by N3 കിട്ടുന്നില്ലേ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ? N2 ക്യാൻസൽ ആയി പോകൂലേ? Yes. ഇല്ലേ? റൈറ്റ് ഹാൻഡ് സൈഡിൽ T2 ക്യാൻസൽ ആയി പോകുന്നുണ്ട്. സോ ഫൈനലി എന്താ കിട്ടുന്നത്? N1 by N3 is equal to T3 by T1. എന്താണ്? കൺസെപ്റ്റ് സെയിം ആണ്. സ്പീഡ് റേഷ്യോന്റെ സ്പീഡ് ഓഫ് ഡ്രൈവർ ബൈ സ്പീഡ് ഓഫ് ഡ്രിവൺ ഈസ് ഈക്വൽ ടു വാട്ട്? ഇൻവേഴ്സ് റേഷ്യോ ഓഫ് സ്പീഡ് ഓഫ് ഡ്രിവൺ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ഡ്രൈവർ, T3 by T1. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? Yes, sir. Yes, sir. ഓക്കെ. സോ ആ ഫൈനൽ ഇക്വേഷൻ നോക്ക്. N1 by N3 is equal to T3 by T1 അല്ലേ കിട്ടുന്നത്? Yes, sir.
അല്ലെ? അവിടെ N2 അല്ലെങ്കിൽ T2 എന്ന് പറയുന്ന സാധനം ഉണ്ടോ ആ ഇക്വേഷനിൽ? ഇല്ല സർ. അതായത് എന്താണ്, ഒരു ഗിയർ ട്രെയിനിൽ അല്ലെങ്കിൽ സിമ്പിൾ ഗിയർ ട്രെയിനിൽ, ഇൻ ദ കേസ് ഓഫ് ഓൺലി സിമ്പിൾ ഗിയർ ട്രെയിൻ, ദ ഇന്റർമീഡിയറ്റ് ഗിയർ doesn't have any influence on the final velocity ratio. അല്ലേ? ആ ഇക്വേഷൻ അത് പ്രൂവൺ അല്ലേ? ഫൈനൽ വെലോസിറ്റി റേഷ്യോയിൽ ഇന്റർമീഡിയറ്റ് ഗിയേഴ്സിന് ഒരു എഫക്റ്റും ഇല്ല. കാരണം എന്താ? ഫൈനൽ വെലോസിറ്റി റേഷ്യോ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ N1/N3 ആസ് വെൽ ആസ് വാട്ട് T3/T1. കാണുന്നില്ല പറയുന്നത്? ബോയ്സ്, N1/N3/T3/T1. അതായത് ഇന്റർമീഡിയറ്റ് ഗിയേഴ്സിന്റെ മേലെയുള്ള നമ്പർ ഓഫ് ടീത്ത്, അതായത് T2 ഓർ ഇറ്റ്സ് സ്പീഡ് ഡസ് നോട്ട് എഫക്ട് വാട്ട് ദ ഫൈനൽ വെലോസിറ്റി റേഷ്യോ. വെലോസിറ്റി റേഷ്യോ എന്നുള്ളതാണല്ലോ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ്. മെയിൻറ്റെയിനിങ് എ കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ ഓർ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് സിഗ്നിഫിക്കൻറ്റ് ഇൻ സ്പീഡ് റിഡക്ഷൻ ഓർ സ്പീഡ് ഇൻക്രിമെന്റ്. ദാറ്റ് ഈസ് വാട്ട് വി ബേസിക്കലി ഒബ്റ്റെയിൻ by employing a gear train or a gear system, gear drive. So അതിൽ ഗിയർ ട്രെയിനിൽ, സിമ്പിൾ ഗിയർ ട്രെയിനിൽ ഇന്റർമീഡിയറ്റ് ഗിയേഴ്സിന് ഒരു എഫക്റ്റ് സംഭവിക്കുന്നില്ല. ഹെൻസ് ദ ഇന്റർമീഡിയറ്റ് ഗിയേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഐഡിൽ ഗിയേഴ്സ്. IDLE, ഐഡിൽ ഗിയേഴ്സ് എന്ന് പറയും. കണ്ട? മനസ്സിലാവുന്നുണ്ടോ? അതായത് ചുമ്മാ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ആകെ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ആ മോഷന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് ഈ ഇന്റർമീഡിയറ്റ് ഗിയേഴ്സ് ഇൻ എ സിമ്പിൾ ഗിയർ ട്രെയിൻ എഫക്ട് ചെയ്യുന്നേ ഇല്ല. ഇനി ഇപ്പൊ നമ്മൾ ഓഡ് നമ്പർ, അതായത് ഒരു ഇന്റർമീഡിയറ്റ് ഗിയർ ഉള്ള കേസാണ് നോക്കിയത്. ഇതേ കണ്ടീഷൻ N1/N2, നിങ്ങൾ ഓരോ പേരിന്റെ കണ്ടീഷനും ഇഫ് യു അപ്ലൈ ഫോർ ദ സെക്കൻഡ് ഫിഗർ ഓൾസോ, അതായത് ഇതിലെ തേർഡ് ഫിഗർ കണ്ട, ഫിഗർ നമ്പർ C, ഇതിൽ അപ്ലൈ ചെയ്താലും എന്താ സംഭവിക്കുക? Ultimately, N1/N4 will be equal to a T4/T1. There won't be any terms regarding N2 or N3 or T2 or T3. So the speed of 2 and 3 or the number of teeth on 2 and 3 will not affect what? The final velocity ratio, which is N1/N4. Is it clear? Yes, sir. Okay. Yes, sir. This is only in the case of what? A simple gear train. So the idle gears are used for the following two purposes: to connect gears where a large center distance is required and to obtain the desired direction of motion. Driven gear ne desired direction. അത് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ? സെയിം ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഈവൻ ഓഡ് നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് ഗിയേഴ്സ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ ഈവൻ നമ്പർ ഓഫ് ഇന്റർമീഡിയറ്റ് ഗിയേഴ്സ്. ക്ലിയർ? ഓക്കെ സർ. ഓക്കെ. സി, ഈ കണ്ടന്റ് മുഴുവൻ നിങ്ങളെ റെഫറൻസ് ടെക്സ്റ്റ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ RS കുർമി എന്ന് പറഞ്ഞ റെഫറൻസ് ടെക്സ്റ്റിനാണ് ഈ കണ്ടന്റ് കംപ്ലീറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ. അഡീഷണൽ ആയിട്ട് കുറച്ച് ഫിഗേഴ്സ് ഇതിൽ തന്നിട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടിയൊരു PPT ആണ്. ഇതിലെ കണ്ടന്റ് കറക്റ്റ് ആണ്. കാരണം ആദ്യത്തെ ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ തിയറി ആണ്. ജസ്റ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഗിയർ ട്രെയിൻ എന്താണെന്നുള്ളത്. ബട്ട് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയർ ട്രെയിൻ നിർബന്ധമായും പഠിച്ചു വെക്കണം. ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയർ ട്രെയിനിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഞാനിപ്പം പറഞ്ഞത് സിമ്പിൾ ഗിയർ ട്രെയിൻ. Let us move on to the second one, compound gear train. ഈ ഫിഗർ നോക്ക്, കോമ്പൗണ്ട് ഗിയർ ട്രെയിനിന്റെ ഫിഗറിൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും ചെറിയ ഗിയർ കാണുന്നുണ്ടോ നിങ്ങൾ? ദ സ്മോൾ ഗിയർ. ആ ഗിയർ സെക്കൻഡ് സെറ്റ് ഓഫ് ഗിയറിലെ താഴത്തെ ഗിയറുമായിട്ടല്ലേ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളത്? Yes, sir. So just think, the small gear on the left side, if I am giving an input rotation to that gear, that input rotation will get transmitted to what? The first gear in the second set. Second set ile first gear la motion transmit ആവുക അല്ലേ? Yes, sir. Okay. Now in the second set of gears, there are two gears. Both the gears are having same center of rotation അല്ലേ? That means they are concentric in nature. Concentric in nature എന്ന് പറഞ്ഞാൽ both the gears should be mounted on a single shaft. ഒരു സിംഗിൾ ഷാഫ്റ്റിന്റെ മേലെ ആ രണ്ട് ഗിയർ ഉള്ളത്. Yes, sir.
Okay. So if the motion received from the first small gear makes the first gear in the second set rotate itself, അതായത് ആ താഴത്തെ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ, അത് മൗണ്ട് ചെയ്ത് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണമല്ലോ. ആ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കോൺസെൻട്രേറ്റ് ആക്കി അതിന്റെ മേലെ വെച്ച് ആ ഗിയറും റൊട്ടേറ്റ് ചെയ്യണ്ടേ? Yes, sir. Okay. Yes, sir. Since the second gear of the second set is rotating, what happens to the motion? Right side കാണുന്ന the biggest gear is in contact with that second gear, അല്ലെ? അത് നടുക്കുള്ള സെറ്റ് ഓഫ് ഗിയറിലെ മുകളിലുള്ള ഗിയറുമായിട്ടാണ് റൈറ്റ് സൈഡിലുള്ള ലാസ്റ്റ് ഗിയറിന് കോണ്ടാക്ട്. സോ ആ മുകളിലുള്ള ഗിയർ റൊട്ടേറ്റ് ചെയ്താൽ ഇൻ ടേൺ ദാറ്റ് വിൽ ഗിവ് ഓർ ട്രാൻസ്മിറ്റ് ദാറ്റ് പർട്ടിക്കുലർ മോഷൻ ടു ദ റൈറ്റ് സൈഡ് ഗിയർ. മനസ്സിലാവുന്നുണ്ടോ? Yes, sir. Yes, sir. ഇതാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ. കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇഫ് ദർ ആർ 2 or more gears mounted on a single shaft in a gear train, it is a compound gear train. What was the explanation for simple gear train? There are only single gears mounted on shafts. ഈ കേസിലോ if there are 2 or more gears mounted on any one of the shafts in a gear train, that becomes a compound gear train. അല്ലേ? ഈ കാണിച്ച ഫിഗറിലെ ഗിയർ ട്രെയിനിൽ എത്ര ഷാഫ്റ്റ് ഉണ്ട്? 3 ഷാഫ്റ്റ് ഉണ്ട്. അതിൽ ഷാഫ്റ്റ് നമ്പർ 1 ആൻഡ് ഷാഫ്റ്റ് നമ്പർ 3ന്റെ മേലെ ഓരോ ഗിയർ മാത്രമേ ഉള്ളൂ. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ദ ഷാഫ്റ്റ് നമ്പർ 2, there are 2 gears mounted on them. Hence, this combination becomes a compound gear train. Have you understood this? Yes, sir. Okay. Yes, sir. See, when there are more than one gear on a shaft, as shown in the figure, it is called a compound gear train. Now, ivideyo, see, idle gears in case of simple gear trains didn't affect the speed ratio of the system. But these gears are useful in bridging over the space between the driver and the driven. Compound gear train le ഡ്രൈവറും ഡ്രിവണും തമ്മിലുള്ള സ്പേസ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്റർമീഡിയറ്റ് ഗിയേഴ്സ് ഹെൽപ്പ് ചെയ്യും. സി ഫസ്റ്റ് ഫിഗർ നോക്കിയാട്ടെ, ഗിയർ എ ഉണ്ട്. ഗിയർ എ ഇസ് ഇൻ കോൺടാക്ട് വിത്ത് ഗിയർ ബി, ബട്ട് ഗിയർ ബി ഇസ് മൗണ്ടഡ് ഓൺ ദ സെക്കൻഡ് ഷാഫ്റ്റ് ഓൺ വിച്ച് ഗിയർ സി ഇസ് ഓൾസോ മൗണ്ടഡ്. So when gear B rotates, it in turn rotates gear C also. That means if gear A is in the clockwise direction, it contacts gear B, which is rotated in the anti-clockwise direction. Now same motion is transmitted to gear C also. അല്ലേ? ബിയും സിയും പാരലൽ ഗിയേഴ്സ് ആണ്. സോ സെയിം മോഷൻ കൊടുക്കും ഇൻ എ കോമൺ ഷാഫ്റ്റ്. സോ ഗിയർ സിക്ക് എന്താ സംഭവിക്കുക? ഇറ്റ് ഈസ് ഓൾസോ റൊട്ടേറ്റഡ് ഇൻ ദ ആന്റി ക്ലോക്ക്വൈസ് ഡയറക്ഷൻ. ആൻഡ് ഗിയർ സി ഈസ് ഇൻ ടേൺ ഇൻ കോൺടാക്ട് വിത്ത് വാട്ട്? ഗിയർ ഡി. So this motion gets transmitted to gear D in what? In the opposite direction. That means clockwise rotation. Clear ആണോ? Okay, sir. Look at the figure on the right side. നോക്ക് എത്ര നമ്പർ ഓഫ് ഗിയേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6. 6 ഗിയേഴ്സ് ഉണ്ട്. അതിൽ വിച്ച് ആർ ദ കോമ്പൗണ്ട് ഗിയേഴ്സ്? 2 and 3 കോമ്പൗണ്ട് ഗിയർ ആണ്. 4 and 5 കോമ്പൗണ്ട് ഗിയർ ആണ്. ലുക്ക് അറ്റ് ദ ടോപ്പ് വ്യൂ ഓഫ് ദാറ്റ് ഫിഗർ. ആ ഫിഗറിന്റെ ടോപ്പ് വ്യൂ നോക്ക്. ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. എ ബി സി ഡി 4 ഷാഫ്റ്റ് ഉള്ള. എന്റെ മേലെ ഗിയർ നമ്പർ 1 മാത്രമേ ഉള്ളൂ. ബട്ട് ബിന്റെ മേലെ എന്താണ്? പാരലൽ ആയിട്ട് ഗിയർ നമ്പർ 2 and 3 ആർ ദർ. ആൻഡ് ഓൺ ഷാഫ്റ്റ് സി ഗിയേഴ്സ് 4 and 5 mounted. And finally on gear shaft 6 there is only a single gear, which is shaft D, there is only a single gear, 6th gear. Clear ആണോ? Yes, sir. That's a compound gear train. Yes, sir. See, whenever the distance between the driver and driven or the follower has to be bridged over by intermediate gears, and at the same time a great or much speed ratio is required, then the advantage of intermediate gears is increased by providing compound gears or intermediate shafts. ഒന്നുമില്ല, ഇതിൽ ഇത്രയേ ഉള്ളൂ. സ്പേസ് കൺസിഡറേഷൻസ് നോക്കിയിട്ടാണ് കോമ്പൗണ്ട് ഗിയർ ആണോ സിമ്പിൾ ഗിയർ ട്രെയിൻ ആണോ നോക്കുക. ഇൻ ടേൺ സിമ്പിൾ ഗിയർ ട്രെയിൻ പോലെ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഓൺലി തിങ് ഈസ് അഡീഷണൽ ആയിട്ട് ഗിയേഴ്സ് മൗണ്ട് ചെയ്യപ്പെടും. ബട്ട് ഇൻ ടേൺ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നോക്കാം വെലോസിറ്റി റേഷ്യോ ഇത് ബാധിക്കോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. സി ഈ ഫിഗർ നോക്ക്. ഗിയർ 1 ഈസ് ഡ്രൈവിംഗ് ഗിയർ മൗണ്ടഡ് ഓൺ ഷാഫ്റ്റ് എ. ഈ റൈറ്റ് സൈഡിലെ ഫിഗർ ഷാഫ്റ്റ് എ ബി സി ഡി ഒന്ന് ഓർത്ത് വെക്കും. Gears 2 and 3 are compound gears which are mounted on shaft B.
4 and 5 compound gears mounted on shaft C, and gear 6 is the driven gear, അല്ലെങ്കിൽ follower, final follower mounted on shaft D. ഇനി n എന്നുള്ളത് സ്പീഡ് ഓഫ് ഈച്ച് ഗിയർ ആണെങ്കിൽ n1 n2 n3 ഒക്കെ എന്താവും? സ്പീഡ് ഓഫ് ഈച്ച് ഗിയേഴ്സ് ആവും, അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ടി നമ്പർ ഓഫ് ടീത്ത് ആണെങ്കിൽ T1 T2 T3 ഒക്കെ എന്താവും? T3 ഒക്കെ നമ്പർ ഓഫ് ടീത്ത് ആവും. Okay, we'll do one thing. We'll continue in the next class. I'll just take the attendance and then leave you. Attendance